അടപതിയൻ കിഴങ്ങ് നമുക്കിന്ന് വളരെയധികം ആവശ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അമ്മ പ്രസവിച്ച് കഴിഞ്ഞ് കുഞ്ഞിന് പാലാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. ഇങ്ങനെ അത്യാവശ്യമായിട്ട് വേണ്ട പാലിൻ്റെ അളവ് വളരെ കുറവാണെങ്കിൽ വിത്തിൻ 10 മിനിറ്റ്സ് പാലിൻ്റെ അളവ്, അമ്മയുടെ പാലിൻ്റെ അളവ് കൂട്ടാനായിട്ട് മുലപ്പാലിൽ ഏറ്റവും നല്ല സാധനം എന്ന് പറയുന്നത് അടപതിയൻ കിഴങ്ങാണ്. ഈ ഒരു അടപതിയൻ കിഴങ്ങിൻ്റെ ഒരു 5 ഗ്രാം ഒരു 20 ml പാലിൽ, നമ്മൾ തിളപ്പിച്ച പാലിൽ മിക്സ് ചെയ്ത് കടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിത്തിൻ 15 to 20 മിനിറ്റ്സ് ഇറ്റ് വിൽ ആക്ട് ആസ് എ ഗാലക്ടോകോക്ക്. അത് ഒരു സ്തന്യവർദ്ധനമായിട്ട് മാറും. ആ സ്തന്യം കുട്ടിക്കും വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് അടപതിയൻ. ഈ അടപതിയൻ പല സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും കണ്ണ് രോഗങ്ങളിൽ, അതുപോലെ തന്നെ വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ, ശരീരത്തിൽ വൈറ്റമിൻ്റെ എ കുറവുകൾ, ഇങ്ങനെയൊക്കെ പറയുന്നിടത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഔഷധമാണ്. അപ്പോൾ ഇതിൻ്റെ വേരാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വേര് ഇന്ന് വളരെയധികം കോസ്റ്റ് കൂടിയിരിക്കുകയാണ്. ഏകദേശം 1600 രൂപയോളം 1 കിലോ അടപതിയൻ കിഴങ്ങിന് വിലയുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അളവ് നമുക്ക് കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു? ഇതും ഒരു പരിസ്ഥിതി പ്രശ്നമാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, കേരളത്തിൽ നമുക്ക് പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ അടപതിയൻ ചെടിയുടെ പ്രജനനം വളരെ കുറഞ്ഞു. ഇതിന് കരിവണ്ടുകളാണ് ഇതിന് പോളിനേഷൻ ചെയ്യണം. കാർപ്പൻറ്റർ ബീസ് എന്ന് പറയും. ഈ കാർപ്പൻറ്റർ ബീസ് നമുക്ക് കുറഞ്ഞു. എന്തുകൊണ്ട്? നമ്മൾ ഓവറായിട്ട് പെസ്റ്റിസൈഡ്സുകളൊക്കെ ഉപയോഗിച്ച് ഈ കാർപ്പൻറ്റർ ബീസുകൾ നമുക്ക് ഉണ്ടാകുന്നത് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അടപതിയൻ ചെടിയുടെ പോളിനേഷൻ നടക്കുന്നില്ല. ഇങ്ങനെ പോളിനേഷൻ നടക്കാതെ വന്നപ്പോൾ ഈ ചെടിയുടെ അളവ് കുറയുകയും നമുക്ക് ആവശ്യക്കാർ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് ഈ വിത്ത് നമുക്ക് ഈ ചെടിയിൽ നിന്ന് വേരുകൾ കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് നമുക്കിന്ന് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വസ്തുവാണ്. സാമ്പത്തികമായിട്ട് നോക്കിയാലും ഇത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലാഭം കിട്ടും. ഇതിൻ്റെ ജെന്യൂനായിട്ടുള്ള ക്വാളിറ്റീസ്, വേരുകൾ നമുക്ക് കിട്ടണമെങ്കിലും നമ്മൾ ഇത്തരത്തിൽ കൃഷിയിലോട്ട് ഇറങ്ങിയാലേ പറ്റുള്ളൂ. എളുപ്പം നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ചെറിയ വിത്തുകളുണ്ട്. വിത്തുകൾ കളക്ട് ചെയ്ത് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലവണ്ണം അത് ജെർമിനേറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ വയബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ജെർമിനേറ്റ് ചെയ്യുന്ന വിത്തുകൾ നമുക്ക് വീടുകളിലും വളർത്താം. അപ്പോൾ ഒരു വീട്ടിലെ ആവശ്യത്തിന് നമുക്ക് കിലോ കണക്കിനൊന്നും അടപതിയൻ വേണ്ടി വരില്ല. ഗ്രാം കണക്കിന് മതിയാവും. ഒരു 250 ഗ്രാം മുതൽ 500 ഗ്രാം വരെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു വീട്ടിലെ ഒരു 1-2 വീടുകളിലെ മെഡിസിനിലെ ആവശ്യത്തിന് ഇത് മതിയാവും. അപ്പോൾ അങ്ങനെ ഓരോ വൈദ്യന്മാരും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് വേണ്ട അടപതിയൻ അവർ ഉൽപ്പാദിപ്പിക്കുക. 2 കിലോയോ 3 കിലോയോ ഒക്കെ ആയിരിക്കും മാക്സിമം ഒരു വൈദ്യന് ചിലപ്പോൾ വേണ്ടി വരുന്നത്. ആ വൈദ്യൻ അങ്ങനെ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ഇതിൻ്റെ നമുക്ക് ജെന്യൂൻ സോഴ്സ് കിട്ടും, നല്ലൊരു ആക്ഷൻ കിട്ടുന്ന ദ്രവ്യമാവും നമുക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ കോസ്റ്റ് എഫക്റ്റീവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഈ അടപതിയൻ കൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് വേരിന് മാത്രമല്ല, ഇലകളിൽ ശാഖാനാം ശ്രേഷ്ഠമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇലകളിൽ വെച്ച് ഏറ്റവും നല്ല ഇല എന്ന് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അടപതിയൻ്റെ ഇലയാണ്. ഈ ഇല നമുക്ക് ചെറുതായിട്ട് നുറുക്കി വെള്ളത്തിലിട്ട് ഒരു 3/4 മണിക്കൂർ വെച്ചിരുന്നതിന് ശേഷം അതിനെ എടുത്തിട്ട് നെയ്യിൽ വഴട്ടി നമുക്ക് കഴിക്കാം. ഇത് കണ്ണിന് വളരെ നല്ലതാണ്. വൈറ്റമിൻ എ പോലുള്ളതൊക്കെ കൂട്ടാനും നല്ലതാണ്. ഇതിൻ്റെ പൂക്കൾ നമ്മുടെ ഓരോ കുട്ടികളും കഴിച്ചിരിക്കേണ്ടതാണ്. മധുരം, അതിൻ്റെ ഉത്തമമായ മധുരരസം എങ്ങനെയാണെന്ന് ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പൂവാണ് അടപതിയൻ പൂവ്. ഈ അടപതിയൻ പൂവിൽ നിന്നുള്ള മധുരം നമ്മൾ നുകർന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും ആ മധുരം നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. അത് നമ്മുടെ ഇന്ന് കാണുന്ന ചോക്ലേറ്റുകളിലോ മുട്ടായികളിലോ കിട്ടുന്ന മധുരമല്ല. അത് പ്രകൃതി നൽകുന്ന ഒരു അമൂല്യമായിട്ടുള്ള ഒരു മിശ്രണമായിട്ടുള്ള മധുരമാണ്. ഈ മധുരം നമ്മുടെ ദഹന സംവിധാനത്തിനും വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പ്രസാദനം, നമ്മുടെ കണ്ണിന്, അതുപോലെ തന്നെ നമ്മുടെ ചെവി, ഇങ്ങനെ കഴുത്തിന് മുകളിലുള്ള നമ്മുടെ സെൻസ് ഓർഗൻസുകൾക്കെല്ലാം വളരെ ഗുണകരമായിട്ടുള്ളതാണ്.